CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് പാലക്കാട്. ഒരുപക്ഷെ കണ്ണൂർ, ആലപ്പുഴ, കാസർഗോഡിൻ്റെ ചില ഭാഗങ്ങൾ, അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ പരിഗണിക്കപ്പെടുന്നു പാലക്കാട്. എല്ലാ കാലത്തും ഉറച്ചു നിന്ന ഒരു കോട്ട. 2021 തെരഞ്ഞെടുപ്പിൽ 2 സീറ്റാണ് പാലക്കാട് നിന്ന് UDF-ന് കിട്ടിയത്. ബാക്കി മുഴുവൻ സീറ്റും LDF നേടി. വലിയ കോട്ടയാണ്. പക്ഷേ ആ കോട്ടയിൽ വലിയ തോതിലുള്ള വിള്ളൽ വീണിരിക്കുന്നു എന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ആ വിള്ളലുകൾ പല ഘട്ടങ്ങളിലായി പലപ്പോഴായി വന്നിട്ടുണ്ട്. അതിൽ ഒരു ഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീകണ്ഠൻ വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് ജയിക്കുന്നു. പാലക്കാട് ജില്ലയുടെ 7 മണ്ഡലങ്ങളിൽ നിന്ന്. അതുപോലെ പാലക്കാടിൻ്റെ ഭാഗം കൂടി ഉൾക്കൊള്ളുന്ന ഇപ്പുറത്തുള്ള ആലത്തൂർ മണ്ഡലത്തിൽ ഒരു തവണ രമ്യ ഹരിദാസ് ജയിക്കുന്നു. ഇത്തവണ ആലത്തൂർ കഷ്ടിച്ച് K. രാധാകൃഷ്ണനെ പോലെ ഒരാൾ രക്ഷപ്പെടുന്നു. ഞാൻ രക്ഷപ്പെടുന്നു എന്നേ പറയുള്ളൂ. കാരണം 45,000 50,000 ഒക്കെ ഭൂരിപക്ഷം കിട്ടുന്ന മണ്ഡലങ്ങളാണ് തരൂരും അതുപോലെയുള്ള മണ്ഡലങ്ങൾ. ആ മണ്ഡലങ്ങളിൽ പോലും നെന്മാറ, അവിടെയൊക്കെ പോലും പാർട്ടി വളരെ 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 ക്ഷീണിച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊഴിഞ്ഞാമ്പാറ, നെന്മാറ പോലെയുള്ള പ്രദേശങ്ങളിൽ, വടക്കഞ്ചേരി പോലെയുള്ള പ്രദേശങ്ങളിൽ, മണ്ണാർക്കാട് പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ വലിയ തോതിൽ പാർട്ടിക്ക് തിരിച്ചടി നേരിട്ടിരിക്കുന്നു. കൊഴിഞ്ഞാമ്പാറയിൽ അവർ ബദൽ പാർട്ടി ഉണ്ടാക്കി ഇന്ത്യ മുന്നണി എന്ന രൂപത്തിൽ വന്ന് അവർ ഇന്ത്യ മുന്നണിയുടെ കൂടെ ആകുമ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ ചേരാൻ, ഇന്ത്യ മുന്നണി ഇന്ത്യയിലുള്ളതാണ്. അങ്ങനെ അവർ കുറേ സ്ഥലങ്ങൾ, കുറേ പഞ്ചായത്തുകൾ പിടിച്ചെടുത്തിരിക്കും. അപ്പോൾ ഈ വിള്ളൽ കുറച്ച് കാലമായി പാർട്ടിക്കകത്തുണ്ട്. ഇതിൻ്റെ കാരണങ്ങളിലേക്ക് പോകുമ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാലക്കാട് കല്യാണ മണ്ഡപത്തിൽ ഒരു കൺവെൻഷൻ നടക്കുക. വിമത കൺവെൻഷൻ എന്ന് പറഞ്ഞപ്പോൾ അത് അങ്ങനെയല്ല, വിമതരല്ല, അസംതൃപ്തരുടെ കൺവെൻഷൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയൈക്യമുള്ളവരുടെ കൺവെൻഷൻ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ അസംതൃപ്തരുടെ കൺവെൻഷൻ, വിമതം ഞാൻ വിട്ടു, അസംതൃപ്തരുടെ കൺവെൻഷൻ നടക്കുക. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ പാർട്ടി ശരിയായ വഴിയിലല്ല പോകുന്നത്, എത്രമാത്രം പരാതി കൊടുത്തിട്ടും. കൊഴിഞ്ഞാമ്പാറയിലെ സഖാക്കളൊക്കെ പറയുന്നത്, സതീശൻ എന്ന സഖാവൊക്കെ പറയുന്നത്, എത്ര പ്രാവശ്യം ഞങ്ങൾ പരാതി കൊടുത്തു. മണ്ണാർക്കാട് നിന്നുള്ള കുറേ ആളുകൾ, ഞങ്ങൾ എത്ര പരാതി കൊടുത്താലും അതൊന്നും പരിഗണിക്കില്ല എന്ന് മാത്രമല്ല, ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് PK ശശിയാണ്. PK ശശി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ വളരെ നിർണായകമായ ഒരു കാര്യം, സ്പിരിറ്റ് മാഫിയയുടെ തലവനാണ് ജില്ലാ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നതെന്ന്. PK കൃഷ്ണനും MK കൃഷ്ണനും MB ചിവാവയും ശിവദാസ മേനോനും M ചന്ദ്രനും അടക്കം ഇരുന്ന കസേരയിലിരിക്കുന്ന സുരേഷ് ബാബു, ഇപ്പോഴത്തെ സെക്രട്ടറി, അദ്ദേഹം സ്പിരിറ്റ് മാഫിയയുടെ ആളാണ് എന്ന് പരസ്യമായി പറയുകയാണ്. സ്പിരിറ്റ് കേസ്, സ്പിരിറ്റ് മിക്സ് ചെയ്ത് കള്ളത്തരം നടത്തുക, കള്ളക്കച്ചവടം നടത്തുക, ഭരണത്തിൻ്റെ തണൽ ഉപയോഗിച്ച് ഒരുപാട് അഴിമതികൾ അവിടെ നടന്നു. ഈ അഴിമതികൾ ചോദ്യം ചെയ്തവരെയൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറെ തീരുമാനിക്കുന്നത് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. നമുക്ക് അവനെ മാറ്റി ഇവനെ ആക്കാം, അവനെ മാറ്റി ഇവനെ ആക്കാം എന്ന് പറയുന്നത് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെന്നാണ് PK ശശിയുടെ ആരോപണം. സത്യാവസ്ഥ നമുക്കറിയില്ല, ശരിയായിരിക്കാം തെറ്റായിരിക്കാം. എന്തായാലും വളരെ ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് മാഫിയകളുമായി പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് ബന്ധമുണ്ട് എന്ന പരാതി, 100 കണക്കിന് പരാതികൾ കേന്ദ്ര കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും ചെന്നിട്ടുണ്ട്. ഒരു പരാതി പോലും അന്വേഷിക്കാൻ ആരും വന്നില്ല. അതാണ് സഖാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. അവരുടെ പരാതി അതാണ്. വന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പറയുന്നവരെ ഓരോരുത്തരായിട്ട് അതൊക്കെ പുറത്താക്കുകയും അവരുണ്ടായിരുന്ന ജോലിയിൽ നിന്ന് പോലും പിരിച്ചുവിടുകയും ചെയ്യുക. സഹകരണ സംഘത്തിലോ കൺസ്യൂമർ ഫെഡിലോ ഒക്കെ ജോലിയുള്ള ആളുകളെ പിരിച്ചുവിടുക. ഇത്തരത്തിലുള്ള ദ്രോഹ നടപടികൾ എടുക്കുകയും ഒരു തരത്തിലുള്ള കറക്ഷനുകൾക്കും പാർട്ടി തയ്യാറാവാതിരിക്കുകയും ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് സീനിയർ നേതാക്കന്മാരായ AK ബാലനെ പോലെയുള്ള ആളുകൾക്കടക്കം ഇതിൽ അസംതൃപ്തിയുണ്ടായിരുന്നു. അദ്ദേഹം കൺവെൻഷനൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് ആളുകൾ, അസംതൃപ്തരായ ആളുകൾ പാർട്ടിക്കകത്ത് ധാരാളമുണ്ട് എന്ന് കാണിക്കുന്നതാണ് കൺവെൻഷൻ. മറ്റൊരു ഇതുപോലെ തന്നെ ഒരു നേതാവ്, ഒരു VS-ന്റെ വലം കൈയായിരുന്ന A. സുരേഷ് എന്ന് പറയുന്ന, VS അച്യുതാനന്ദൻ്റെ കൂടെ നിന്നു എന്ന കുറ്റത്തിന് 11 കൊല്ലം മുമ്പ് പാർട്ടി പുറത്താക്കി. എന്നാൽ പാർട്ടി ഇതുവരെ എത്ര പരാതി അയച്ചിട്ടും, PBക്ക് പരാതി അയച്ചിട്ടും എടുത്തില്ല എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് A. സുരേഷ് മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാവാൻ പോകുന്നു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. A. സുരേഷ് സ്ഥാനാർത്ഥിയാവുമ്പോൾ VS അച്യുതാനന്ദൻ്റെ ലെഗസി അദ്ദേഹത്തിന് എത്ര കിട്ടുമെന്നോ അതൊന്നും എനിക്ക് പറയാൻ ഞാൻ ആളല്ല. മാത്രമല്ല
അതിൻ്റെ കൂടെ ഒരു ചെറിയ അപകടവും കൂടി ഞാൻ പറയാം. അവിടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് UDF അല്ല, BJP ആണ്. സുരേഷ് LDFിൻ്റെ വോട്ട് കൂടുതൽ പിടിച്ചാൽ ഒരുപക്ഷെ ജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിന് നേട്ടമുണ്ടാക്കാൻ പോകുന്നത് BJP ആയിരിക്കും എന്ന ഭയവും ഉള്ള ഒരാളാണ് ഞാൻ. അതൊരു വശം. പക്ഷേ സുരേഷിൻ്റെ പരാതി ഒന്ന് പരിഗണിക്കാൻ VSൻ്റെ നിഴലായി നടന്ന് VSൻ്റെ പോരാട്ടങ്ങളിൽ ഒപ്പം നിന്ന് VS ഇപ്പം ഞങ്ങളൊക്കെ ശശിയായിട്ട് വലിയ ബന്ധം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ഓരോ സമരമുഖങ്ങളിൽ നമ്മളുള്ള ആളുകൾ ശശിയാണ് വിളിക്കുന്നത്. അപ്പോൾ അത്തരം ഒരാളെ നിഷ്കരുണം ഉപേക്ഷിച്ച് അയാൾക്കെതിരെ വലിയ പ്രചരണം നടത്തി അയാളെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നടപടികൾ ഇത് പാർട്ടിക്ക് ഗുണകരമല്ല. അവസാനമായി PK ശശി. ഞാൻ PK ശശിയുടെ ആരാധകനല്ല എന്ന് മാത്രമല്ല, PK ശശിയെ അതിനിശിതമായി വിമർശിക്കുന്ന ആളുമാണ്. വളരെ ഗുരുതരമായ ഒരു ലൈംഗികാതിക്രമത്തിൻ്റെ ആരോപണം PK ശശിക്കെതിരെ വന്നു. അന്ന് സഖാവ് AK ബാലനും ശ്രീമതി ടീച്ചറും തീവ്രത മീറ്റർ കൊണ്ടുപോയി അളന്ന് തീവ്രത വളരെ കുറവാണ് എന്ന് മീറ്ററിൽ കണ്ടെത്തി ശശിയെ ഒഴിവാക്കി കൊടുത്തതാണ്. അതിക്രമത്തിൻ്റെ തീവ്രത, ഒരു സ്ത്രീയോട് അതിക്രമത്തിന് തീവ്രതയുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല, അതെങ്ങനെ അളക്കാമെന്ന് എനിക്കറിയില്ല. പക്ഷേ തീവ്രത കുറവായിരുന്നു എന്നാണ് ശ്രീമതി ടീച്ചർ അന്ന് ന്യായീകരണം പറഞ്ഞത്. അങ്ങനെ രക്ഷിച്ചു നിർത്തിയ ആളാണ് ശശി. അങ്ങനെ രക്ഷിച്ചു നിർത്തിയ ശശിയെ നാളെ ശശി എവിടെയെങ്കിലും സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലോ UDFിലോ വന്നാൽ അത് UDFിന് ഗുണമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നതേയില്ല. സുരേഷിൻ്റെ പോലെയല്ല ശശി. സുരേഷിനെ പറ്റി അങ്ങനെ ആരോപണങ്ങളൊന്നും. അപ്പോൾ ശശി നാളെ UDFിൻ്റെ സ്ഥാനാർത്ഥിയോ സൂര്യ പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥിയോ ഒക്കെ ആയിട്ട് വരുമോ എന്നൊക്കെ കേൾക്കാനുണ്ട്. അങ്ങനെ കേട്ടാൽ CPMൻ്റെ കുറേ വോട്ട് ശശി പിടിക്കും, ആ മണ്ഡലത്തിൽ ചിലപ്പോൾ CPMന് തിരിച്ചടി ഉണ്ടാവും എന്ന് പറഞ്ഞാലും പൊതുമണ്ഡലങ്ങളിൽ അത് വരില്ല. കാരണം കോൺഗ്രസ് പിടിച്ചു നിന്നത് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഏറ്റവും ശക്തമായി പരാതി കിട്ടിയപ്പോൾ നടപടിയെടുത്ത് കോടതിയിൽ കേസ് വന്നപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നിർത്തിയിരിക്കുന്ന കോൺഗ്രസും സതീശനും എങ്ങനെയാണ് PK ശശി എന്ന് പറയുന്ന ഒരാൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്ത് അയാൾക്ക് UDF വോട്ട് ചെയ്യാനെന്ന് പറയുക എന്ന ചോദ്യം വളരെ മുമ്പിലുണ്ട്. ഏതായാലും CPMൻ്റെ അസംതൃപ്തി മുതലാക്കണം എന്ന് മാത്രമാണ് കോൺഗ്രസ് കരുതുന്നതെങ്കിൽ UDF കരുതുന്നതെങ്കിൽ അവർക്ക് ചെയ്യാം. എന്താ അത് അവരുടെ നയപരമായ തീരുമാനമാണ്, അവർ ചെയ്യട്ടെ, ചെയ്യാതിരിക്കട്ടെ. പക്ഷേ CPMന് ഉറക്കം കെടുത്തുന്ന രാത്രികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ആലപ്പുഴയിലും പാലക്കാടും കണ്ണൂരും നിന്നും ലഭിക്കുന്ന സൂചനകൾ.